അതാണ് ഇവിടെയുള്ള ആളുകൾ അറിയേണ്ടത്. കാരണം കോൺഗ്രസ് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളൊക്കെ ഒന്ന് തപ്പി നോക്കി. യഥാർത്ഥത്തിൽ ഷിബിലി അവിടെ കോൺഗ്രസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഒരു പ്രതിഷേധ വാചകം ഞാൻ കണ്ടിട്ടില്ല. ഇനി കോൺഗ്രസിൻ്റെയൊക്കെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മളൊന്ന് അറിയണമല്ലോ. അതായത് ഛത്തീസ്ഗഡിൽ BJPക്ക് അവിടുത്തെ 90 അംഗ നിയമസഭയിൽ 54 സീറ്റുകളുണ്ട്. 54 സീറ്റ്. അപ്പോഴും കോൺഗ്രസിനവിടെ 35 സീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തീരെ ചെറുതല്ലാത്ത ഇപ്പോഴും വോട്ട് ബാങ്കുള്ള ഒരു കക്ഷിയാണ് അവിടെ. പിന്നെ ഒരു സീറ്റാണ് വേറൊരു പാർട്ടിക്കുള്ളത്. അത് പോട്ടെ, നമുക്ക് ഈ പറഞ്ഞ ഗോദ്വാന എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്ക് ഒരു സീറ്റ് കൂടിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് BJPക്ക് കിട്ടിയത് 46.27%. ആ 46.27% കിട്ടുമ്പോൾ കോൺഗ്രസിന് 42.25% ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4% വ്യത്യാസം മാത്രമേ കോൺഗ്രസിനുള്ളൂ. അത്രയും വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ഇതിനകത്ത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇപ്പം ഈ കന്യാസ്ത്രീകളുടെ ഒപ്പം നിൽക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും തയ്യാറില്ല. അതിൻ്റെ കാര്യം എന്താ?